പരിപാടി നടത്തേണ്ട തന്നെ അവനായിരുന്നു. ത്രില്ലർ, ഇതൊരു ട്വിസ്റ്റ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു നമുക്കൊരു അടിപൊളി ഫീൽ ഗുഡ് മൂവി. ലൈറ്റ് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അത് വീണ്ടും എടുക്കുക മാത്രമല്ല അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുക. അപ്പൊ എനിക്ക് തരേണ്ട എക്സ്പ്രഷൻ വേറെയാ, പക്ഷേ എന്നെ അവിടെ ഇതൊന്നും ഇവിടെ പറയണ്ടേ. നെയ്യപ്പൻ ചാനലിന്റെ മെമ്പേഴ്സിനോട് എല്ലാവരോടും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങുവാണ്. നമ്മുടെ പുതിയ ഷോർട്ട് ഫിലിം ഓൺ ദ വേ റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം അതിന്റെ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ഇത്രയും വലിയ സക്സസ്. ബട്ട് അതിലേറെ എന്താ പറയാ, സ്വന്തം ഫിലിമിനെ കുറിച്ചാണ് പറയണെന്നുള്ള ഒരു അല്പബോധം ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. അപ്പോ എന്താ പറയാ, അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. വളരെ നല്ല റിവ്യൂ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡയറക്ടറിന്റെ അടുത്തേക്ക് തന്നെ പോകാം. എന്താണ് ഡയറക്ടറുടെ അഭിപ്രായം? മഞ്ജുഷ പറഞ്ഞത്ര തള്ളൊന്നുമില്ല, എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ ഈ ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളാണ് കണ്ടിട്ട് അഭിപ്രായം പറയേണ്ട. പക്ഷെ എനിക്ക് മെയിൻലി നമ്മുടെ ടീമിനെ പറ്റി ഒന്ന് പറയണം. അപ്പം ഇതിൽ മെയിൻ ആക്ടേഴ്സ് ആയിട്ടുള്ള എല്ലാവരും മെയിൻ ആക്ടേഴ്സാണ്. ജോബിസ്, ദിവ്യ, മഞ്ജുഷ, ദീപ്തി, പിന്നെ വേറൊരു മെയിൻ ആക്ടർ ഉണ്ട്. പുള്ളിയുടെ ഓൺ ദ വേ ആളിപ്പോഴും ഓൺ ദ വേലാണ്. നിഷാർ ആളിപ്പോഴും ഓൺ ദ വേലാണ്. അപ്പൊ ഇവരെല്ലാവരും എന്റെ മൈൻഡിലുള്ള ക്യാരക്ടർ എങ്ങനെയാണ് അത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അയ്യോ അല്ല, ഇന്ന് പരിപാടി നടത്തേണ്ട തന്നെ അവനായിരുന്നു. ആള് ഓൺ ദ വേ ആണ്. അപ്പൊ രണ്ടുപേരും ഓൺ ദ വേ ആണ്. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ മെയിൻ പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ സിനിമാറ്റോഗ്രാഫർ ഫാസിൽ. ഈ സിനിമയുടെ പേരിനേക്കാൾ ഏറ്റവും കൂടുതൽ ഓൺ ദ വേ യൂസ് ചെയ്ത പുള്ളിയാണ്. പിന്നെ ആള് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ ഇത് എടുത്തു തന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ വിനോദ് നാട്ടിലാണ്. പിന്നെ അൻസാർ ഭായിയെ സ്പെഷ്യൽ മെൻഷൻ ചെയ്യണം. കാരണം അൻസാർ ഭായി അതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ എത്ര ദിവസമാണ് പുള്ളിയുടെ സ്റ്റുഡിയോയിൽ സ്പെൻഡ് ചെയ്ത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ആള് മോറോവർ പ്രൊഫഷൻ പാഷനായിട്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം നെയ്യപ്പൻ ചാനല് അനൂപ്, മിഥുൻ, മഞ്ജുഷ, ഇവരാണ് നമുക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻ വീഡിയോ എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നത്. പിന്നെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഇത് നെയ്യപ്പൻ ചാനൽ ഇടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞാണ്. അതെ. അപ്പോ ബാക്കി ആരെയും വിട്ടുപോയിട്ടില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ആക്ടേഴ്സിനോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ദീപ്തി? ഓൺ ദ വേ എന്ന ഷോർട്ട് മൂവിയിൽ അഭിനയിക്കാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം. ആസ് എ ഡയറക്ടർ വിഷ്ണു, ഹി വാസ് ഹെൽപ്പിംഗ്. ഓരോ ഡയലോഗ്സ് പറയുമ്പോഴാണെങ്കിലും പുള്ളി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. ഹൗ ടു നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടതാണെങ്കിലും എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതുകൊണ്ട് ഈസി ആയിരുന്നു നമുക്ക് പറയാനായിട്ട്. ആക്ടിംഗ് ടൈമിൽ വിഷ്ണു പറഞ്ഞതുപോലെ സ്പെഷ്യൽ ചോക്ലേറ്റ് വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഫീൽ ഹി വാസ് ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണ്. ഹി വാസ് സോ സീരിയസ്. ഡിറക്ഷൻ ടൈമിൽ ഒരു അങ്ങനെ എന്താ പറയാ, ഭയങ്കര സീരിയസ് ആയിട്ട് ആളുടെ വർക്കിനെ കാണുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഈസിയാണ്. കാരണം ആള് പറഞ്ഞു തരും. നമ്മുടെ പോസ്റ്റർ ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എങ്ങനെ ചെയ്യണം, എവിടെ ഒരു നോട്ടം പോലും ആണെങ്കിലും എങ്ങനെ വേണം എന്നുള്ളത് ഹി വാസ് റിയലി എക്സ്പ്ലെയിനിങ് ഇറ്റ് വെരി വെൽ. സോ അത് എന്നെ ഒരു ന്യൂ കമർ എന്ന നിലയിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു ഹിം. ആൻഡ് ഇങ്ങനൊരു അവസരം തന്നതിന് വിഷ്ണു ചേട്ടനോട് ഞാൻ താങ്ക്സ് പറയണം. ആളാണ് ഓഡീഷനും ഒക്കെ ചെയ്തത്. കാണുക, സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. താങ്ക് യു. അപ്പൊ ദീപ്തി പറഞ്ഞ പോലെ ഒരുപാടൊന്നും പറഞ്ഞു കൊടുത്തില്ല. ദീപ്തി വാസ് എ ഗുഡ് ആക്ടർ. ആള് നന്നായി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വേറൊരു മെയിൻ ആളാണ് മഞ്ജുഷ തന്നെ പറയും.
ഞാൻ എന്താ പറയാ, അതാ എനിക്കും ദീപ്തി പറഞ്ഞതുപോലെ വിഷ്ണുവിനോട് ഒരുപാട് താങ്ക്സ് ആണ് പറയാനുള്ളത്. കാരണം ആസ് എ ന്യൂ കമ്മർ എന്നുള്ള നിലയ്ക്ക് വിഷ്ണു ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആളുടെ എക്സ്പീരിയൻസും ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്, പല കാര്യങ്ങളും പഠിക്കാനും ആ സമയത്ത് അങ്ങനെയൊക്കെ. സോ എന്താ പറയുക, ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും, ഞാൻ ഇതിനു മുന്നേ വർക്ക് ചെയ്ത പ്രോജക്റ്റിലും നമ്മുടെ സെയിം ടീം തന്നെ ആയിരുന്നു. അപ്പോൾ അവരുടെ കൂടെ വീണ്ടും ഒരു ചാൻസ് കിട്ടുക, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ആ ഒരു ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സ് ലൈക്ക് നമുക്ക് എപ്പോഴും മെമ്മറബിൾ ആയിട്ടുള്ള ഇതാ. മഞ്ജുഷയുടെ വേറൊരു കാര്യം പറയാനുള്ള, മഞ്ജുഷ ഒറ്റ ടേക്കിൽ ഡബിങ് ചെയ്തു. അതെങ്ങനെയാ ചെയ്തത് നമുക്കറിയത്തില്ല. ഒറ്റ ടേക്കിൽ ഡബ് ചെയ്തു. അല്ല അതുപോലെ അതിലൊരു ഞാൻ അധികം അങ്ങനെ സീന് ഓക്കെ, എനിക്ക് ഉള്ള റോള് ഞാൻ വളരെ എന്താ പറയാ നല്ല റോള്, നല്ല ഇത് തന്നെ ആയിരുന്നു. പക്ഷെ അതിലൊരു ലാസ്റ്റ് സീന് ഞാൻ അത് ചെയ്യാൻ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ വളരെയധികം എനിക്ക് എന്താ പറയാ എന്നെ ശല്യം ചെയ്തു എന്ന് വേണം എനിക്ക് പറയാൻ. കാരണം ഡയറക്ടർ അത് ഫസ്റ്റ് ടേക്കിൽ ഹാപ്പി ആയപ്പോ ആൾക്ക് അപ്പൊ ലൈറ്റിന്റെ ഒരു ഇഷ്യൂ, ആൾക്ക് അസൂയയും കുശുമ്പും കാരണം ലൈറ്റ് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അത് വീണ്ടും എടുക്കുക മാത്രമല്ല അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുക. അപ്പൊ എനിക്ക് തരേണ്ട എക്സ്പ്രഷൻ വേറെയാ, പക്ഷേ എന്നെ അവിടെ ഇതാക്കാൻ വേണ്ടിയിട്ട് അത് എന്താ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് എന്താ പറയാ. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ ശരിക്കും നല്ല രസമുള്ള, ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ്. ബട്ട് അതെല്ലാം എന്താ പറയാ നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. സെയിം ടീം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ ഒരു ടെൻഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്താ പറയാ, ഞങ്ങൾ ഇച്ചിരി നോട്ടി കിഡ്സ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഡയറക്ടറിന് കുറച്ച് ഞങ്ങളെ ഇച്ചിരി എന്താ പറയാ ഞങ്ങളെ ഒന്ന് അടക്കി നിർത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇനി അടുത്ത ക്യാരക്ടറിലേക്ക് പോകാം. നമ്മുടെ ദിവ്യ ഒരു വലിയ ആക്ട്രസ് ആണ്, ഒരുപാട് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. സോ ദിവ്യക്ക് എന്താ പറയാനുള്ളത്? ആദ്യം തന്നെ ഒരു ബിരിയാണി മേടിച്ചത്, ഇത്രയൊക്കെ പറഞ്ഞ് ക്ഷീണിച്ചതല്ലേ. ദിവ്യ എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ടർ സാറിന്റെ വൈഫാണ്. അവക്കൊരു കംപ്ലൈന്റ് ഉണ്ട്, എല്ലാത്തിലും ഞാൻ ചെറിയ റോളാണ് കൊടുക്കുന്നത്. പക്ഷെ കഥ കൊണ്ടുപോകുന്ന ആളാണ്. കഥ കൊണ്ടുപോകുന്ന ഞാനാണ്. ഇത് അടി ഉണ്ടാകാണ്ടിരിക്കാൻ ഞങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്ത ഒരു ലൈനാണ്, ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഈ റോള് വളരെ ചെറിയ റോളാണ്, ബട്ട് അതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഐ ആം ഹാപ്പി ദാറ്റ് എല്ലാ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള റോൾ ആയതുകൊണ്ട് എനിക്ക്, പിന്നെ ഹസ്ബൻഡ് തന്നെ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ആണ്, ഡയറക്ഷൻ അതാണ്. പിന്നെ ഈ ടീമിനോട് വർക്ക് ചെയ്യാൻ എപ്പോഴും എനിക്കൊരു ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇതൊന്നും ഇവിടെ പറയണ്ടായിരുന്നു. അത് കൂടുതൽ ഞാൻ ഇന്റർഫിയർ ചെയ്യാറില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ഐഡിയാസ് പറയട്ടെ, അത് വേണ്ടുന്നത് മാത്രമേ പുള്ളിക്കാരൻ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ തള്ളിക്കളയും. പിന്നെ നമുക്ക് ജോബിസ് ഭായിനോട് ചോദിക്കാം എന്താണ് ഇതില് മെയിൻ ആയിട്ട് എല്ലാവരും മെയിൻ ആണ്. പക്ഷെ ഇതില് ഈ ക്യാരക്ടേഴ്സ് കൊണ്ടുപോകുന്ന രണ്ടുപേര്, ഒന്ന് നിഷാർ, ഒന്ന് ജോബിസ് ഭായി ആണ്. നിഷാർ സ്റ്റിൽ ഓൺ ദ വേ ആണ്, പുള്ളിക്ക് നമുക്കിവിടെ കിട്ടില്ല. അപ്പോൾ ജോബിസ് ഭായിയുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയും. ഓക്കെ, വിഷ്ണു ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ വിഷ്ണുവിൻ്റെ മുമ്പത്തെ ഒരു പടം കണ്ടിട്ടുണ്ട്, അതിഥി ധർമ്മം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. പിന്നെ കൃത്യകൂട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. അപ്പോൾ ഈ ഒരു ഇത് എല്ലാവരും കൂടി ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ആസ് എ ഫ്രണ്ട്സ് ചെയ്യുന്ന പോലെയാണ്. നമുക്കതൊരു ഷോർട്ട് ഫിലിം എടുക്കുക എന്നുള്ളൊരു, അതെ, ഒരു ചായ കുടിക്കുമ്പോൾ വെറുതെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ എടുത്താൽ ഭയങ്കര ഒരു ജോവിയലായിട്ട് ഭയങ്കര എൻജോയ്മെന്റിൽ എടുത്തൊരു ഷോർട്ട് ഫിലിമാണ്. ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതാണ്. അപ്പോൾ അതിലൊരു പിന്നെ ഒരു ഡിഫറെൻറ്റ് ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ പടം ഞങ്ങളിപ്പോൾ കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അമേച്ചർ ഫിലിംസിൻ്റെ യൂട്യൂബിലാണ് ഇതുള്ളത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അതിലിടുക, എന്നാലും നമുക്കത് അറിയാൻ പറ്റുള്ളൂ. വരാനുണ്ട്. അപ്പോൾ ഈ ടീം വീണ്ടും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾക്ക്. എല്ലാവരും കാണുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അപ്പൊ എല്ലാരും കണ്ടിട്ട് നമ്മള് എല്ലാരും യൂട്യൂബിൽ തന്നെ ഇത് കാണുക. നിഷ ഇനിയിപ്പോ ടൈമില്ല, ലേറ്റ് ഓൺ ദ വേയിൽ തന്നെയാണ്, സമയം പോയി. മിഥുനും എത്തില്ല, രണ്ടുപേരും ഓൺ ദ വേയാണ്. ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം, ഈ ഷോർട്ട് ഫിലിം തുടങ്ങിയപ്പോ തൊട്ട് കുറെ ആൾക്കാർ ഓൺ ദ വേയാണ്. ഇത് ഇറങ്ങുന്ന വരെ ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മൾ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണം.
അപ്പോ എല്ലാരും ഈ അമച്വർ ഫിലിംസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ തന്നെ കാണുക. നമ്മൾ ഇനിയും കൂടുതൽ പ്രോജക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം അതിൽ മെൻഷൻ ചെയ്യുക. അതിന്റെ കൂടെ നമ്മുടെ നെയ്യപ്പൻ ചാനലിനെയും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഇനി അവർ അടുത്ത പരിപാടിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ താങ്ക്സ്. Thank you so much. താങ്ക് യു.